അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം ഉള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ഭൂമി സന്ദർശിച്ചു. വിമാനം തകർന്നു വീണ സ്ഥലത്തെത്തിയ പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. അത് കഴിഞ്ഞ് അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും മോദി സന്ദർശിച്ചു. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. വിമാന അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 265 ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് ഉള്ളത്. പരിക്കേറ്റ 40 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. അതേസമയം അപകടം അന്വേഷിക്കാൻ UK-യിൽ നിന്നും US-ൽ നിന്നും അന്വേഷണ സംഘം ഇന്ത്യയിൽ എത്തിച്ചേരും. ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അയച്ച സംഘം അപകട സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യ CEO ക്യാമ്പൽ വിൽസൺ സംഭവ സ്ഥലത്ത് എത്തി. NDRFന്റെ 6 സംഘങ്ങളാണ് ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇപ്പോൾ അവശിഷ്ടങ്ങൾ മാറ്റാതെ മരണസംഖ്യയെക്കുറിച്ച് ഒന്നും പറയാനാകില്ല എന്ന് NDRF പ്രതിനിധികൾ പ്രതികരിച്ചു. നിരവധി പേരെ ഇനിയും കാണാതായിട്ടുണ്ട്. പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജിൽ നിന്നടക്കം മിസ്സിംഗ് കേസുകളുണ്ട്. 20 കുട്ടികളെയോളം കാണാതായിട്ടുണ്ട് എന്ന് രക്ഷിതാക്കളുടെ പരാതിയുണ്ട്. അതുകൊണ്ട് തന്നെ അപകടത്തിൽ മരണസംഖ്യ ഇനിയും ഉയരും എന്നുള്ള ആശങ്കയാണ് നമുക്ക് മുന്നിൽ ഇപ്പോഴുള്ളത്. നമുക്കൊപ്പം ദുരന്ത സ്ഥലത്ത് നിന്ന് ശരത് ലാൽ ചേരുന്നുണ്ട്. ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണനും. ആദ്യം ശ്രീജിത്തിലേക്ക് പോയാൽ, ശ്രീജിത്ത്, മരണസംഖ്യ സംബന്ധിച്ച് ലഭിക്കുന്ന സൂചനകൾ, കണക്കുകൾ എന്താണ്? മരണസംഖ്യ ഇനിയും ഉയരുവാനുള്ള സാധ്യതയാണോ ഉള്ളത്? എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ നമുക്ക്? ഇപ്പോഴും ഒരു സ്ഥിരീകരണത്തിന് സാധ്യതയില്ല. കാരണം DNA പരിശോധന പൂർണ്ണമായും പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ മരണസംഖ്യ സംബന്ധിച്ച് ഔദ്യോഗികമായും ഒരു സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ എന്ന് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് അതേസമയം ഫീൽഡിലുള്ള NDRF സംഘത്തിൻ്റെ തലവൻ പറയുന്നത് പരിശോധന പൂർണ്ണമായിട്ടില്ല, അത് മാത്രമല്ല തെരച്ചിൽ പൂർണ്ണമായിട്ടില്ല, ഔദ്യോഗികമായി തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല, ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. അവിടെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചെങ്കിൽ പോലും തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കാരണം വിമാനം അപകടത്തിൽപ്പെട്ടതിനപ്പുറത്തേക്ക് ഈ അപകടത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ആ പ്രദേശമാകെ വലിയ രൂപത്തിൽ തീ പടർന്നിട്ടുണ്ട്. ആ പ്രദേശത്തെ രണ്ടിലധികം വലിയ കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. ജനവാസ മേഖലയിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയിട്ടുള്ളത്. ആ ഹോസ്റ്റലിൽ 30ഓളം കുട്ടികളുണ്ടായിരുന്നു. അതിൽ 5 പേരുടെ മരണം മാത്രമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റുള്ളവരെ സംബന്ധിച്ച് അവർക്ക് പരിക്കേറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ കാണാതായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മരണസംഖ്യ സംബന്ധിച്ച് ഇനിയും ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിന് തയ്യാറാകാൻ കഴിയില്ല എന്നാണ് NDRF സംഘത്തിൻ്റെ തലവൻ, അതായത് അവിടെ നടത്തുന്ന തെരച്ചിലിൻ്റെ മുഴുവൻ സംഘങ്ങളുടെയും തലവനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഇന്ന് രാവിലെ പറയുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും മരണസംഖ്യ സംബന്ധിച്ച് ഇനിയും അവ്യക്തത തുടരും. എന്തായാലും വിമാനത്തിലുണ്ടായിരുന്നവരിൽ 241 പേരും മരണപ്പെട്ടു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഇന്നലെ അക്കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. വിമാന അപകടത്തിൽപ്പെട്ട ഒരാൾ മാത്രമാണ് സർവൈവർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ബാക്കിയുള്ള 241 പേരും മരണപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് രാത്രിയാകുമ്പോഴേക്കാണ് കാണാതായവർ, ഈ ഹോസ്റ്റലുണ്ടായിരുന്ന കുട്ടികൾ, അങ്ങനെ നിരവധി ആളുകൾ മിസ്സിംഗ് ആണ്, അവരെ കാണാതായിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ സംബന്ധിച്ച് ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഏതാണ്ട് 265ഓളം ആളുകൾ അപകടത്തിൽ മരണപ്പെട്ടു. ഈ അപകടത്തിൽ വിമാനം ഇടിച്ചിറങ്ങുന്നു. വിമാനത്തിലുണ്ടായിരുന്നവർ, അതോടൊപ്പം തന്നെ പ്രദേശവാസികളായി ഉണ്ടായിരുന്നവർ, അതുമാത്രവുമല്ല ആ ഹോസ്റ്റലിലുണ്ടായിരുന്നവർ, ആ BJ ആശുപത്രിയുടെ മെൻസ് ഹോസ്റ്റലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർ, അങ്ങനെയുള്ള കണക്കുകൾ പ്രകാരമാണ് 265 പേർ അപകടത്തിൽ മരിച്ചു എന്ന് അനൗദ്യോഗികമായി നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണം ഇന്നൊരു പക്ഷേ ഉണ്ടായേക്കും. കാരണം അത് ഇന്ന് പരിശോധന പൂർത്തിയാകും, തെരച്ചിൽ പൂർത്തിയാകും, ഒപ്പം തന്നെ DNA പരിശോധനയും ഇന്ന് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി എത്ര പേർ അപകടത്തിൽ മരിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ലക്ഷ്മി, വിമാന അപകടത്തിലെ അന്വേഷണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ബ്ലാക്ക് ബോക്സുകൾ കണ്ടെടുത്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് പ്രാഥമികമായ നിഗമനങ്ങൾ, ശ്രീജിത്ത്? ഒരു ബ്ലാക്ക് ബോക്സ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി കോക്പിറ്റിനോട് ചേർന്നുള്ള അവിടെയുള്ള ബ്ലാക്ക് ബോക്സ് ആണ് ഇനി കിട്ടേണ്ടത്. അത് കിട്ടിയാൽ മാത്രമേ ആ സമയത്ത് പൈലറ്റും എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതുമാത്രമല്ല വിമാനത്തിനകത്തുള്ള സംഭാഷണങ്ങളൊക്കെ ലഭ്യമാകുക. കോക്പിറ്റിനോട് ചേർന്നുള്ള ബ്ലാക്ക് ബോക്സ് ആണ് കിട്ടേണ്ടത്. അത് കിട്ടിയാൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുകയുള്ളൂ. ഇപ്പോൾ തുടരുന്ന പരിശോധന ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, ഈ ബ്ലാക്ക് ബോക്സിനും കൂടി വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ബ്ലാക്ക് ബോക്സ് കിട്ടിയാൽ അപകടത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും.
അത് പരിശോധനയ്ക്ക് അയച്ച ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്വേഷണം സംബന്ധിച്ച് DGCA ഇന്നലെ തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇന്നലെ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, അതായത് ഈ വലിയ വിമാനാപകടങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന ഏജൻസിയാണ് അന്വേഷണം ഏകോപിപ്പിക്കുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതിൽ അവരുടെ ഡയറക്ടർ ജനറൽ തന്നെ ഇന്നലെ അഹമ്മദാബാദിൽ എത്തിയിരുന്നു. ആ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്, പുരോഗമിക്കുകയാണ്. അത് മാത്രമല്ല ഈ ഏജൻസിയെ സഹായിക്കാനായി ബ്രിട്ടനിൽ നിന്നും ശ്രീജിത്ത്, അമേരിക്കയിൽ ഞാൻ നിന്നും, കാരണം തിരിച്ചെത്താം.